നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവം. നടപടി. ആലപ്പുഴയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി തെറിച്ചു വീണ പരിക്കേറ്റ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ആലപ്പുഴ കഞ്ഞിപ്പാടം റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഡ്രൈവർ ജയകുമാർ, കണ്ടക്ടർ സുഭാഷ് എന്നിവരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് തിരുവമ്പാടി ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു സംഭവം. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി 23-കാരിയായ ദേവി കൃഷ്ണ കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബസ്സിൽ നിന്ന് തെറിച്ചു വീണത്. തെറിച്ചു വീണ പെൺകുട്ടിയുടെ തല സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പോക്സോ കേസിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ. പുറത്താക്കി CPM. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ KV തോമസിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് CPM അറിയിച്ചു. മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടതായി CPM കോതമംഗലം ഏരിയ സെക്രട്ടറി K. ജോയി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരനായ 3.5 വയസ്സുകാരനെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കി. തൊടുപുഴ കാഞ്ഞിരമറ്റത്തെ കുളമാവ് സ്വദേശി ഉന്മേഷ്, മകൻ ദേവ് എന്നിവരാണ് മരിച്ചത്. ഉന്മേഷിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ ബെഡ്റൂമിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. പാലക്കാട് പനി ബാധിച്ചു മരിച്ച 58-കാരന് നിപ്പയെന്ന് സംശയം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനാൽ 58-കാരന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. സാമ്പിൾ മഞ്ചേരിയിലെയും പൂനെയിലെയും വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്.